എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശി വൈജിയോട് പറയുന്നുണ്ട്, നിൻ്റെ നാശത്തിൻ്റെ നാരായ വേര് നിൻ്റെ മനസ്സ് തന്നെയാണ്, അത് നീ അങ്ങ് കരിച്ചു കള, അല്ലെങ്കിൽ നിന്നെ മൊത്തത്തോടെ അത് നശിപ്പിക്കുമെന്ന് പറയുമ്പം ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് അമ്മയുടെ ഈ ദേഷ്യം കാണേണ്ടയും ഉപദേശം കേൾക്കേണ്ടയും കാര്യമൊന്നുമില്ല, പോകുവാണ് എന്ന് പറയാൻ വേണ്ടി വന്നാൽ ഞാൻ പോവുക എന്ന് പറയും. നേരം മുത്തശ്ശി പറയുന്നുണ്ട്, പൊയ്ക്കോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക എന്ന് പറയുവാണ്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അവിടെ നിന്ന് എഴുന്നേക്കുവേ. എഴുന്നേറ്റ് കഴിയുമ്പം പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട്, അതെ ഞാൻ പോയിട്ട് വരാൻ കേട്ടോ, ഞാൻ മാത്രമല്ലേ നേരാവണ്ണം നോക്കാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. പോയി കഴിയുമ്പോൾ മുത്തശ്ശി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, നേരാവണ്ണം അവിടെ ജീവിക്കണേ എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയും അലീനയാണ്. കുറേ ദൂരം വണ്ടി ഓടിച്ചതിന് ശേഷം ബാലേന്ദ്രൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തുന്നു. അന്നേരം അലീന ചോദിക്കുക, എന്താ വെച്ചാൽ ഇവിടെ വണ്ടി നിർത്തിയത്, ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളോ എന്ന് ചോദിക്കുമ്പം, അല്ല ഇനിയും കുറേ ദൂരമുണ്ട്, കുറേ സമയമായില്ലേ ഒരേ ഇരിപ്പിരുന്ന് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തണം, ഇത്തിരി ശുദ്ധമായി ശ്വസിക്കണം, പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. അലീന അത് ശ്രദ്ധിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പുറത്തിറങ്ങി നിന്ന് കഴിയുമ്പം അലീനയും ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് ചോദിക്കും, അച്ഛനെ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ, അച്ഛനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അല്ല അച്ഛൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ എനിക്ക് ചില ടെൻഷൻസ് ഉണ്ട് എന്ന്. എന്നിട്ട് പറയുവാണ്, മോളെ ഞാൻ ഒരിക്കൽ നിന്നോടൊരു സ്റ്റാൻലി ജോസഫിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, നീ അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അലീന ഇങ്ങനെ ആലോചിച്ചിട്ട്, ഇല്ല അച്ഛാ ഞാൻ ഓർക്കുന്നില്ല, ആരാത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ് എന്ന്. അന്നേരം അതിനെന്താ, അങ്ങനെ ഒരുപാട് പേര് കാണിയേലേ എന്ന് അലീന ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങേരാണ് ഗംഗാധര മേനോൻ്റെ സബോർഡിനേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാൻലി ജോസഫ്, അവിടെയായിരുന്നു ആഗ്രയിലായിരുന്നു വൈജയന്തിയും ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയ്ക്കിപ്പോൾ ഇതിയെ ക്ലിക്കായി തുടങ്ങിയേ. അന്നേരം ബാലേന്ദ്രൻ, ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് അലീന പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ആ പഴയ കഥ ചെറുതായിട്ട് ചുരുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചാണ് സ്റ്റാൻലി ജോസഫും വൈജയന്തിയും പ്രണയത്തിലാകുന്നത്. ഗംഗാധര മേനോൻ അവിടുന്ന് ട്രാൻസ്ഫറായി പോയതിന് ശേഷം വൈജയന്തിക്ക് അവിടുത്തെ ഒരു സ്കൂളിൽ ജോലി മേടിച്ചു കൊടുക്കുമായിരുന്നു സ്റ്റാൻലി. ഇങ്ങനെ പോകേണ്ടി വരും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നേരത്തെ ജോലി മേടിച്ചു കൊടുത്തു. ആ ജോലിയുടെ പേരിലാണ് വൈജയന്തി പിന്നീട് അവിടെ ഒറ്റയ്ക്ക് താമസിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്ന വൈജയന്തിയും സ്റ്റാൻലിയും കൂടി ഒരു വാടക വീടെടുത്ത് പിന്നീട് അങ്ങോട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. ഇത് വീട്ടിലറിഞ്ഞു, കടപ്പാട്ടൂർ അറിഞ്ഞു. അവിടുന്ന് അവർ വൈജയന്തിയെ തേടി എത്തുകയും സ്റ്റാൻലി ഇല്ലാത്ത ഒരു സമയം നോക്കി വൈജയന്തി അവിടുന്ന് കടത്തിക്കൊണ്ട് പോരുകയും ചെയ്തു. പിന്നീട് സ്റ്റാൻലി വൈജയന്തിയെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അലീന ചോദിക്കും, അതെന്താ പാലയിൽ വന്ന് അന്വേഷിച്ചാൽ കാണാൻ പാടില്ലായിരുന്നോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ സമയം കൊണ്ട് അവർ വൈജയന്തി എവിടെ ഒളിപ്പിച്ചു, ഫോണും ബാക്കി ബന്ധപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം അവരെ ഒഴിവാക്കി, അതുകൊണ്ട് സ്റ്റാൻലിക്ക് വൈജയന്തിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ് സ്റ്റാൻലി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി അച്ഛനോട് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം പറഞ്ഞു, ഞാൻ അയാളെ തേടി പിടിച്ചു കണ്ടു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങേർക്ക് പറയാനുള്ളതും പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് പറയുന്നു. അന്തേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായേ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ കണ്ട് നിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അയാൾക്ക് ഇങ്ങനൊരു മകളുണ്ട്, ആ മകളെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അയാൾ അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്ന ആ പ്ലാനർ സ്റ്റാൻലി ജോസഫാണ്, അയാളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അച്ഛൻ എന്നതാ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം, നിനക്ക് മനസ്സിലായില്ല സ്റ്റാൻലി ജോസഫ് ആരാണത്, നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പം, ആ മനസ്സിലായി, എൻ്റെ പപ്പയല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും ടെൻഷനാകുന്നത്, ഒരമ്മയുണ്ടെങ്കിൽ ഒരച്ഛനും ഉണ്ടാവും എന്ന് നിനക്ക് സാമാന്യ ബുദ്ധിയായി ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അയാളെ ഞാൻ തേടി കണ്ടുപിടിച്ചു, നിന്നെ ഇപ്പം അങ്ങോട്ടേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, നീ ഒരു അനാഥയായി ഇനി ജീവിക്കരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നേക്കും അലീനയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ നിൻ്റെ അച്ഛനെ തേടി പിടിച്ച് കണ്ടെത്തി, അത് നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലായിരുന്നല്ലോ, ഇതിപ്പം നീ നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഞാൻ അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അയാൾ പ്രേമിച്ച് ഉപേക്ഷിച്ച ആ പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യൻ ഞാനാണെന്ന് വരെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷനിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അലീന.
പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി കടപ്പാട്ടൂരിൽ നിന്നും നെടുമ്പുരിക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബാഗൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരോടും ഇറങ്ങി വരുന്നു. ബാഗൊക്കെ മനു വണ്ടിയിലെടുത്ത് വെക്കുന്നു. അപ്പോഴത്തേക്കും വൈജയന്തി കമലയോട് പറയുന്നുണ്ട് പോയിട്ട് വരാമെന്ന്. അന്നേരം നീ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കമലയെടുത്ത് കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു എന്ന് വൈജയന്തി പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അവിടെ നിൻ്റെ മക്കളുണ്ട്, അവരുടെ കാര്യമാണ് നീ പോയി നോക്കേണ്ടത്, എന്നിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ നോക്കുക, ബാലേന്ദ്രനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പം ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ ഞാനാണ് അല്ലേ, അങ്ങനെയല്ലേ വരുവുള്ളൂ എന്നിങ്ങനെ പറയുമ്പം ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും ഗംഗാധരൻ അതങ്ങ് മറയ്ക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ബാഗൊക്കെ വെച്ചിട്ട് മനുവും ശിവനോട് തിരിച്ച് കയറി വരും. എന്നിട്ട് ശിവൻ മനുവിനോട് പറയും എടാ നീ വൈജയന്തി കൊണ്ടുവിടുക എന്ന്. അന്നേരം ഞാനാണോ കൊണ്ടുവരേണ്ടത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് അവിടെ ബാലേന്ദ്രൻ ഇല്ലല്ലോ, അതുകൊണ്ട് നീ കൊണ്ടുവിടുക, ബാലേന്ദ്രനുള്ളപ്പം ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുന്നു. അന്നേരം വൈജയന്തി പറയുവാണ് നിനക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണ്ട കേട്ടോ എന്ന്. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പം വൈജയന്തി പിന്നെയും പറയുന്നുണ്ട് ഇവൻ്റെ ആരും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ ആൻറ്റി, പിന്നെ എന്താ എന്ന് ചോദിക്കും. വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെ അങ്ങ് ഇറങ്ങി പോവാണ്. ഇറങ്ങുന്നതിന് മുമ്പും ഗംഗാധരൻ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ വിളിക്കണം കേട്ടോ എന്ന്. വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കമല കൂടെ പോയി ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരു ശല്യം ഒഴിവായി പോകുന്നതിൻ്റെ സന്തോഷമാണ് കമല കാണിക്കുന്നത്. ഏതായാലും അവർ വണ്ടി കയറ്റിയിരുത്തുന്നു. ഡോറ് തുറന്ന് അകത്ത് കയറ്റിയിരുത്തിയിട്ടാണ് കമല തിരിച്ച് കയറി പോരുന്നത്. ഈ സമയം ഗംഗാധരൻ പറയുവാണ് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരിക്കും അല്ലേ എന്ന്. അന്നേരം ശിവൻ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലെന്നോ, ഇത്രയും നാളും എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്, ഈ ഗംഗേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ശിവൻ അകത്തോട്ട് കയറി പോവുകയാണ്. ശിവൻ അറിയാലോ ഇനിയും അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനിരിക്കുവാണ് എന്ന്. പിന്നെയും കാണിക്കുന്നത് അലീനയും ബാലേന്ദ്രനെയും തന്നെയാണ്. അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, വിഷമിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അന്തെങ്കിലും ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് ആ കുപ്പി വെള്ളമായിട്ട് അലീനയുടെ അടുത്ത് ചെന്നിട്ട് നീ മുഖം കഴുകുക എന്ന് പറയും. അലീന മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരഞ്ഞത് എന്ന്. അന്നേരം അലീന ആകെ ടെൻഷനോട് പറയുവാണ് അച്ഛൻ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അച്ഛനെ തേടി പിടിച്ച് കണ്ടെത്തി, ഇതെൻ്റെ ഒരു ബാധ്യതയല്ലായിരുന്നു, എന്നിട്ട് ഞാനത് ചെയ്തു. നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടെത്തി തരുമ്പോൾ നീ അത് നന്ദിയോട് ഓർക്കുമല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ പെരുമാറുവാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് സോറി അച്ഛൻ എന്നോടൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വിഷമം വന്നതാണ് എന്ന് പറയും. നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്താണ് മോളെ ചെയ്യേണ്ടത്, നിനക്ക് വേണ്ടി എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഏതായാലും ഞാൻ അയാളോട് ഒരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിഷമിപ്പിക്കരുത് എന്ന്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോഴും അലീനയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല, ആകെ ടെൻഷനാണ്. ബാലേന്ദ്രൻ പറയും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുവിടുന്നത്, ഞാൻ അയാളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, എന്നിട്ട് അയാൾക്ക് കുറച്ച് സമയം കൊടുത്തു ഇതിനെപ്പറ്റി ചിന്തിക്കാൻ, അതിനുശേഷം നിന്നെ അയാൾക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് നിൽക്കുന്നു നിങ്ങളുടെ മകൾ, ഇനി നിങ്ങളായ നിങ്ങളുടെ പാടായി എന്ന് പറയുകയല്ല ചെയ്തത്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് മനസ്സിലായി അച്ഛാ, പക്ഷേ ഞാൻ പോകുന്നത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പേടി പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അധികം ബാലേന്ദ്രൻ നീ ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു പോകാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വണ്ടിയിലേക്ക് പോയി ഇരിക്കുവാണേ. അത് കഴിഞ്ഞും അലീനൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും എന്താ പ്രശ്നമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് വെറുതെ ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷേ സ്വന്തം പപ്പയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നറിയുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുപോലെ ആ വീട്ടിൽ ഒരു മകളുടെ സ്ഥാനം എനിക്ക് കിട്ടുമോ എന്നും അറിയില്ല, വെറും ഒരു ഹൗസ് ഓണർ ആയിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇതെൻ്റെ പപ്പയാണ്, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകും, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് അലീന എൻ്റെ കൂടെ പറയുവാണ് ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലുമ്പം അവിടെയുള്ളവർക്ക് അത് ഇഷ്ടമാവുമോ എന്നറിയത്തില്ല, എൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നെനിക്കറിയില്ല, അതുപോലെ ഈ സ്റ്റാൻലി ജോസഫ് വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ, അവർക്ക് എന്നെ ഇഷ്ടമാവുമോ, എന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, ഒരു കുടുംബത്തിൽ ഞാൻ പോയി താമസിച്ച് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു പോരുവാണ്, ഇനി മറ്റൊരു കുടുംബത്തിലും ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാവുകയാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളെ ഞാൻ ഇനി നേരിടേണ്ടി വരും എന്നെൻ്റെ മനസ്സുകൊണ്ട് തോന്നുന്നു, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും, എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല, ഇതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ, ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടത് സ്റ്റാൻലി അല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന ചോദിക്കും അച്ഛൻ അനുഭവിച്ച ആ പ്രശ്നങ്ങളെല്ലാം ഇനി ആ സ്റ്റാൻലിയും അനുഭവിക്കേണ്ടി വരികയല്ലേ, അച്ഛൻ അയാളോട് ദേഷ്യമാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അയാളോട് പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല, പിന്നെ ഈ കാര്യങ്ങളൊക്കെ അയാൾ അറിയണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഈ ഭൂമിയിൽ വെച്ചല്ലേ അയാൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ വേണം ഈ ഭൂമിയിൽ നിന്ന്
പോകാൻ എന്നും പറയുന്നു. അന്നേരം അലീനയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. അലീന പറയുക വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുവാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, നിനക്ക് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന്. അന്നേരം അലീന വേണ്ട എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം കൂടി അയാളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിന്നെ വേദനിപ്പിക്കരുത് എന്ന്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാം, അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടേ പോരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും നല്ല ടെൻഷനാണ് അലീനയ്ക്ക്. വലിയൊരു യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു മാനസിക സ്ഥിതിയിൽ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അലീന. ഇത്രയൊക്കെയാണ് ഇന്ന് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. നാളത്തെ പ്രൊമോയിൽ വൈജയന്തി അങ്ങോട്ട് എത്തുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കരയുന്ന രോഹിത്തിനെയൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് വൈജയന്തിയുടെ ഭരണം തുടങ്ങുവാണ്. വൈജയന്തി മക്കളോട് പറയുവാണ്, അലീന ഉപയോഗിച്ചതോ അലീനയുടെ കയ്യിലുണ്ടായിരുന്നതോ ആയ ഒരു സാധനവും ഈ വീട്ടിൽ കാണരുത്, അതെല്ലാം എടുത്ത് കത്തിച്ച് കളയണമെന്ന് പറയുന്നു. അന്നേരം ഇത് കേട്ട് കലിപ്പി നിൽക്കുന്ന ബബിതയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭരണമാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുന്നുണ്ട് മനു. അന്നേരം മനുവിൻ്റെ അടുത്ത് വന്നിട്ട് വൈജയന്തി പറയുവാണ്, അവൾ ഈ വീട്ടിൽ നിന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നീയാണ് എന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് നീ ഇതൊന്നും അംഗീകരിക്കുകയില്ല എന്നും എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഒരു ചിരിയോടെ മനു പറയുവാണ്, ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ അലീന എന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ഒരു ഒറ്റ ഡയലോഗിൽ ഒതുങ്ങി പോവുകയാണ് വൈജയന്തി. ഏതായാലും ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കേട്ട് കഴിയുമ്പോൾ വൈജയന്തി. പിന്നെ അലീന സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് എത്തുന്ന നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയില്ലേ അത് കാണിക്കുന്നു. അവിടെ ഭയങ്കര ആകാംക്ഷയോടും ഇത്തിരി പേടിയോടും ഒക്കെ അകത്തോട്ട് കയറി പോകുന്ന അലീനയെ കണ്ട് ഒരുപാട് സന്തോഷത്തോടെ കണ്ണ് ചെറുതായിട്ട് നിറഞ്ഞ് ഇങ്ങനെ അലീനയെ നോക്കി നിൽക്കുന്ന സ്റ്റാൻലിയും ഒക്കെ കാണിക്കുന്നുണ്ട്.